ഉർവശി ശാപം ഉപകാരമായി എന്ന് പറഞ്ഞതുപോലെ ബംഗ്ലാദേശിലെ കലാപം ഇന്ത്യക്ക് അല്ലെങ്കിൽ ഇന്ത്യയുടെ വസ്ത്ര വ്യാപാരത്തിന് വലിയ രീതിയിലുള്ള ഉണർവ് നൽകിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ബംഗ്ലാദേശിൽ നടക്കുന്ന രാഷ്ട്രീയ അസ്ഥിരത, പോരാത്തതിന് തൊഴിലാളികൾക്ക് മേലുള്ള അശാന്തിയെല്ലാം വലിയ രീതിയിൽ ഇന്ത്യയിലേക്ക് വലിയ വലിയ വൻകിട ബ്രാൻഡുകളെ അല്ലെങ്കിൽ കമ്പനികളെ ആകർഷിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. ബദൽ വസ്ത്ര വിതരണക്കാരെ തേടാൻ ഇപ്പോൾ ബംഗ്ലാദേശിലെ കമ്പനികൾ വലിയ രീതിയിലുള്ള തീരുമാനമെടുത്തിരിക്കുന്നു എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇതോടുകൂടി വലിയ രീതിയിൽ സൂറത്ത് വികസിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ബംഗ്ലാദേശിന് റോ മെറ്റീരിയൽസ് പൊക്കോണ്ടിരുന്നത് സൂറത്തിൽ നിന്നാണ് എന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിച്ചുകൊണ്ടിരുന്നത്. നിർമ്മാണം, വിതരണം, അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കായി കമ്പനികൾ സൂറത്തിലേക്ക് വരുന്നു എന്ന് മനസ്സിലാക്കാനായി സാധിക്കുന്നു. ഇത് വളർച്ചയെ, അതായത് വസ്ത്ര വ്യാപാര മേഖലയെ, വളർച്ചയെ ഗണ്യമായി വർദ്ധിപ്പിക്കും എന്ന് വ്യവസായ ഇൻസൈഡർമാർ ഇപ്പോൾ പറയുന്നുണ്ട്. പ്രതിവർഷം 12% വളർച്ചയാണ് ഇതിൽ സൂരത്ത് കൈവരിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇനി മുതൽ അത് 25% വരെ ഉയരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കുറച്ചുകൂടെ വ്യക്തമായി പറയുകയാണെങ്കിൽ ചൈനയ്ക്ക് ശേഷം ഏറ്റവും വലിയ റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ രണ്ടാമത്തെ കയറ്റുമതിക്കാരാണ് ബംഗ്ലാദേശ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ബംഗ്ലാദേശ് തകരുമ്പോൾ ഏത് രീതിയിലാണ് അവിടെയുള്ള വസ്ത്രവ്യാപാരികൾ ബുദ്ധിമുട്ടുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ അവരിപ്പോൾ ഇന്ത്യയിലേക്ക് കുതിക്കുകയാണ്, സൂറത്തിലേക്ക് കുതിക്കുകയാണ്. സൂറത്തിൽ നിന്നുള്ള തുണിത്തരങ്ങളെയാണ് ഇനി അവർ ആശ്രയിക്കാനായി പോകുന്നത്. സൂറത്ത് പരമ്പരാഗത വസ്ത്രങ്ങൾ, കുർത്തികൾ, കുറഞ്ഞ വിലയുള്ള സ്ത്രീകളുടെ വസ്ത്രങ്ങൾ, ചില ഡെനിം എന്നിവയിൽ വലിയ രീതിയിൽ ഉൽപാദനം നടത്തുന്നുണ്ട് എന്നും അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. പോരാത്തതിന് വലിയ നേട്ടം ഈ മേഖലയ്ക്കുണ്ടാകും ഇതുകൊണ്ട് എന്ന് ആശിഷ് ഗുജറാത്തി, സൗത്ത് ഗുജറാത്ത് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ തലവൻ പറയുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പോരാത്തതിന് സൂറത്തിൽ 600 കോടി രൂപയാണ് വ്യവസായം നിലവിൽ പ്രതിമാസം ഇതിൽ നടക്കുന്നത്, വിറ്റുവരവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമായും മനുഷ്യനിർമ്മിതമായിട്ടുള്ള നാരിൽ നിന്നാണ് സൂറത്തിൽ വസ്ത്രങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്. മറ്റ് കേന്ദ്രങ്ങളായ തമിഴ്നാട്ടിലെ തിരുപ്പൂർ, കോയമ്പത്തൂർ, പഞ്ചാബിലെ ലുധിയാന, ഉത്തർപ്രദേശിലെ നോയിഡ എന്നിവയും സൂറത്ത് വികസിക്കുന്നതോടൊപ്പം തന്നെ വികസിക്കും എന്ന് നമുക്ക് അറിയാനായി സാധിക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള വികസനം സൂറത്തിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കുന്നത്. ഹ്രസ്വകാല നേട്ടങ്ങൾ പ്രകടമാണെങ്കിലും ദീർഘകാല വളർച്ചയ്ക്ക് സർക്കാരിൻ്റെ പിന്തുണ കൂടെ ഇതിനാവശ്യമാണ്. ഈ അവസരം നമ്മൾ മുതലെടുക്കണം എന്നാണ് ഇപ്പോൾ ശരിയായ സഹായത്താൽ വസ്ത്രനിർമ്മാണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഗണ്യമായി രേഖപ്പെടുത്താൻ കഴിയുമെന്നും നേരത്തെ ഞാൻ പറഞ്ഞ ഗുജറാത്തി അദ്ദേഹം പറയുകയുണ്ടായി. എന്തു തന്നെയായിരുന്നാലും ബംഗ്ലാദേശിലെ തൊഴിലാളികളുടെ അശാന്തിയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ബംഗ്ലാദേശിൽ നിന്നും സൂറത്തിലേക്ക് വലിയ രീതിയിൽ കമ്പനികൾ ഇങ്ങോട്ടേക്ക് ഒഴുകി വരാനുള്ള കാരണമെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ധാക്ക, ചിറ്റഗോങ്, ഗാസിപ്പൂർ, നാരായൺമഞ്ച് തുടങ്ങിയ ക്ലസ്റ്ററുകളിൽ വ്യാപകമായ കലാപം, വ്യാപകമായ അശാന്തി ഇപ്പോഴും നിലവിലും അവിടെ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ഇതോടുകൂടി സാമ്പത്തിക സമ്മർദ്ദം മൂലം ബംഗ്ലാദേശിന്റെ വ്യാവസായിക മേഖല അല്ലെങ്കിൽ വസ്ത്രനിർമ്മാണ മേഖല വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ബംഗ്ലാദേശിന്റെ ഇൻഫ്ലമേഷൻ 17% ഉയർന്നിരിക്കുന്നു. ബംഗ്ലാദേശിൽ കഞ്ഞി കുടിക്കാൻ പോലും വകയില്ലാതെ അവിടുത്തെ ജനങ്ങൾ നട്ടം തിരിയുന്ന കാഴ്ച. അതിനോടൊപ്പമാണ് ഇപ്പോൾ ബംഗ്ലാദേശിന്റെ ഏറ്റവും വലിയ വ്യാപാരമായിട്ടുള്ള വസ്ത്രനിർമ്മാണ മേഖലയും തകർച്ചയുടെ വക്കിലേക്ക് പോകുന്നു എന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. പോരാത്തതിന് ബംഗ്ലാദേശിലെ തൊഴിലാളികൾ അനുഭവിക്കുന്ന പീഡനത്തെക്കുറിച്ച് സ്വീഡിഷ് വാച്ച് എന്ന് പറയുന്ന ഒരു സംഘടന യാതൊരു ലാഭേച്ഛയുമില്ലാതെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രാജ്യത്തെ തൊഴിലാളികളുടെ ദുരവസ്ഥ ഉയർത്തിക്കാട്ടുകയും തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യണമെന്നും കർശനമായ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കണമെന്നും യൂറോപ്യൻ യൂണിയൻ അംഗങ്ങളോട് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇല്ലെങ്കിൽ ബംഗ്ലാദേശ് പട്ടിണി കിടന്ന് മരിക്കുന്ന ഒരു കാഴ്ചയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും സൂറത്തിലേക്ക് വലിയ രീതിയിലുള്ള വസ്ത്ര വ്യാപാര കമ്പനികൾ, വമ്പന്മാർ എത്തിക്കൊണ്ടേയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.